നമസ്കാരം. കൊച്ചിയിൽ നിന്നും ഗോവയിലെ ദബോലിം വഴി ഛത്തീസ്ഗഡിലെ റായ്പൂർ വരെ ഒരു വിമാനയാത്രയാണ് ഇന്നത്തെ വീഡിയോ. ഉച്ചയ്ക്ക് 12:15 ടേക്ക് ഓഫ് സമയം. കൃത്യസമയത്തു തന്നെ വിമാനം പുഷ്ബാക്ക് ആരംഭിച്ചു. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും ടർബുലൻസ് ഉണ്ടാകുമെന്ന് പൈലറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ധാരാളം മലയാളികൾ പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിലും അതുപോലെ അവിടേക്ക് പോകാനുള്ള ഒരു മാർഗമാണ് ഈ വിമാനം. ഗോവയിലെ അരമണിക്കൂർ സ്റ്റോപ്പിൽ റായ്പൂരിലേക്കുള്ള യാത്രക്കാർ ഇറങ്ങേണ്ടതില്ല. കൊച്ചിയുടെ ജീവനാഡിയായ പെരിയാർ നദിയാണ് താഴെ കാണുന്നത്. 7 മിനിറ്റ് കൊണ്ട് ടേക്ക് ഓഫ് കഴിഞ്ഞു. ഘട്ടം ഘട്ടമായി നമ്മൾ 36,000 അടി ഉയരത്തിലേക്കെത്തി. ഇനി 1 മണിക്കൂർ കൊണ്ട് ഗോവയെത്തും. ബഡ്ജറ്റ് എയർലൈൻ ആണെങ്കിലും തരക്കേടില്ലാത്ത ലെഗ് റൂമുണ്ട്. നിറയെ യാത്രക്കാരുണ്ട്. ഭൂരിഭാഗവും ഗോവയിലിറങ്ങും. മുൻകൂട്ടി ബുക്ക് ചെയ്ത വെജിറ്റേറിയൻ സാൻഡ്വിച്ചും മിക്സഡ് ജ്യൂസും ലഭിച്ചു. അധികം വൈകാതെ നമ്മൾ ദബോലിം എയർപോർട്ടിന് മുകളിലെത്തി. ഡിഫൻസ് എയർപോർട്ട് ആയതിനാൽ കെട്ടിടത്തിനുള്ളിലും മറ്റും വീഡിയോ ചിത്രീകരിക്കാൻ നിയന്ത്രണമുണ്ട്. പത്ത് മിനിറ്റ് നേരത്തെയാണ് ലാൻഡിംഗ്. സീറ്റ് ബെൽറ്റ് സിഗ്നൽ ഓഫ് ആകുന്നതിന് മുൻപ് തന്നെ ആളുകൾ എഴുന്നേറ്റ് ബാഗുമായി ഇറങ്ങാൻ തിരക്ക് കൂട്ടി തുടങ്ങി. ഇതാണ് വിമാനത്തിൻ്റെ ഉൾവശം. പരിമിതമായ സമയത്തിനുള്ളിൽ
ശുചീകരണവും ബോർഡിംഗ് പാസ് പരിശോധനയും കൃത്യതയോടെ ചെയ്യുന്ന ഇൻഡിഗോയുടെ ഗ്രൗണ്ട് സ്റ്റാഫ്. ചെറുതെങ്കിലും അത്യാവശ്യത്തിനുപകരിക്കുന്ന ശുചിമുറി. വീണ്ടും വിമാനം ഏറെക്കുറെ നിറയെ യാത്രക്കാർ കയറി. ഇനി 1.5 മണിക്കൂർ യാത്രയുണ്ട് റായ്പൂരിലേക്ക്. താഴെ കാണുന്നത് ഹാൻസ ബീച്ചാണ്. പടിഞ്ഞാറ് ദിശയിൽ അറബിക്കടലിൻ്റെ മുകളിലേക്കാണ് ടേക്ക് ഓഫ്. നമുക്ക് പോകേണ്ടത് നേരെ എതിർദിശയിലേക്കാണ്. പൈലറ്റ് വിമാനം യു ടേൺ എടുക്കുന്നു. വീണ്ടും 36,000 അടി ഉയരത്തിലേക്ക്. ആകാശത്തിലെ നട്ടുച്ച കാഴ്ചകൾ സുന്ദരമാണ്. എയർ ഹോസ്റ്റസ് വീണ്ടും ഭക്ഷണവുമായി എത്തി. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചതാണെന്ന് പറഞ്ഞിട്ടും അവർ വീണ്ടും പനീർ സാൻഡ്വിച്ച് തന്നു, കൂടെ ഒരു കോഫിയും. എൻ്റെ ഓർമ്മയിൽ ഒരു മീൽ മാത്രമേ ഞാൻ ടിക്കറ്റിൻ്റെ ഒപ്പം ബുക്ക് ചെയ്തിരുന്നുള്ളൂ. വിമാനയാത്രയിൽ ടിക്കറ്റിൻ്റെ ഒപ്പമോ പിന്നീട് PNR നമ്പർ ഉപയോഗിച്ച് എയർലൈൻ വെബ്സൈറ്റ് വഴിയോ ഭക്ഷണവും വിൻഡോ സീറ്റ് ലെഗ് റൂം, കൂടുതലുള്ള സീറ്റ് എന്നിവ ആവശ്യാനുസരണം ബുക്ക് ചെയ്യുന്നത് യാത്രാവേളയിൽ ഇവ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ ലാഭകരമാണ്. ടർബുലൻസ് ഇടയ്ക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ റായ്പൂർ പട്ടണം കണ്ടു തുടങ്ങി. പലതവണ ട്രെയിനിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇവിടേക്ക് വിമാനത്തിൽ വരുന്നത്. ഹ്രസ്വമായ യാത്രയാണ്. ഒരു കുടുംബ ചടങ്ങിൽ പങ്കെടുക്കാൻ 3 ദിവസം മാത്രം. 2000 ആണ്ടിൽ നവംബർ 1-ാം തീയതി മധ്യപ്രദേശിൽ നിന്നും വിഘടിച്ച് രൂപീകൃതമായ ഒരു പുതിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ 9ാമത്തെ വലിയ സംസ്ഥാനം. പേര് സൂചിപ്പിക്കുന്ന പോലെ 36 കോട്ടകളുടെ നാട്. കേരളത്തിലെ കനത്ത ചൂടും UV രശ്മികളും അനുഭവിച്ച് ഇവിടെ എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ പൊള്ളുന്ന വേനൽക്കാലം. ഗോവയിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് കഠിനമായിരുന്നു ലാൻഡിംഗ്. ഇവിടെ 15 മിനിറ്റ് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും ആളുകൾ പുറത്തിറങ്ങാൻ ധൃതികുട്ടി തുടങ്ങി. Ladies and gentlemen, welcome to Raipur. Please remain seated. Captain Thomas Waits. ആദരണീയനായ സ്വാമി വിവേകാനന്ദൻ്റെ പേരിലാണ് ഈ വിമാനത്താവളം. പുറത്ത് 42 ഡിഗ്രിയാണ് ചൂട് എന്ന് ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ്. ഏറ്റവും ഒടുവിലായി പുറത്തേക്ക്.
ഇദ്ദേഹമാണ് ഇൻഡിഗോയുടെ നാരോ ബോഡി എയർബസ് A321 നിയോ വിമാനം നമ്പർ 6E211. നടക്കാനുള്ള ദൂരമാണെങ്കിലും നിയമം അനുസരിച്ച് ബസ്സിൽ കയറി ടെർമിനലിലേക്ക്. ചെറുതെങ്കിലും സുന്ദരമായ ഉൾവശം. ഒന്നാം ബെൽറ്റിൽ നിന്നും ബാഗുമെടുത്ത് പുറത്തെ ചൂടിലേക്ക്. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ നമസ്കാരം.